എന്ന് ചോദിച്ചാൽ കർത്താവ് നമ്മളോട് ധാരാളമായിട്ട് സംസാരിക്കും. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. കുടുംബത്തെ ദൈവം പ്രത്യേകം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നമുക്ക് ദൈവത്തിന്റെ വചനം കേൾക്കാനായിട്ടുള്ള സമയമാണല്ലോ. അടുത്ത 1 മണിക്കൂർ സമയം കർത്താവിന്റെ ദാസന് നമ്മളോടൊപ്പം ജോയിന്റ് ആയിട്ടുണ്ട്. ബഹുമാന്യനായ കർത്താവിന്റെ ദാസനെ ഞങ്ങൾ എല്ലാവരും വളരെ ഹൃദയാംഗമായിട്ട് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. മുഖാമുഖം ഞങ്ങൾ കണ്ടിട്ടില്ല, ഫോണിലൂടെ മാത്രം ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ നമ്മുടെ ജോയ്സ് ബ്രദറിനെ തന്നെ ഞാൻ 1 മിനിറ്റത്തേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോസ് അവറുകളെ നമുക്കൊന്ന് പരിചയപ്പെടുത്തും. അദ്ദേഹം പിന്നെ തുടർന്ന് പരിചയപ്പെടുത്തിക്കൊള്ളും. സ്തോത്രം. കർത്താവിന്റെ ദാസനാണ് എനിക്ക് ഈ നമ്പർ തന്നത്, നമ്മുടെ ജോയ്സ് ബ്രദർ. ഓക്കെ, പ്രൈസ് ലോർഡ്. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ സിസ്റ്റർ ജോയ്സ് ജേക്കബിനോട് പറഞ്ഞ എൻ്റെ ഒരു സ്നേഹിതനുണ്ട്, പാസ്റ്റർ ജോസ് ഐക്കരപ്പടി എന്നാണ്. പ്രൈസ് ലോർഡ്. കർത്തദാസനെ പരിചയപ്പെടുത്തുന്ന എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ സിസ്റ്റർ അത് സ്വീകരിക്കുകയുണ്ടായി. ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് 30 വർഷത്തോളം പരിചയമുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ കോളേജൊക്കെ പഠിച്ച ആ സമയത്ത് ഒക്കെ അന്നു മുതൽ പരിചയപ്പെട്ട പാസ്റ്ററാണ്. താനൊരു ആക്റ്റീവായിട്ട് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ തൻ്റെ ചെറുപ്പത്തിൽ തന്നെ പരസ്യയോഗങ്ങളൊക്കെ നടത്തുന്ന അതെനിക്ക് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചെറുപ്പക്കാർക്കൊക്കെ ചെറിയ മീറ്റിങ്ങുകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ വിളിക്കുകയും ഈ ചെറിയ ചെറിയ കൺവെൻഷനുകളൊക്കെ നടത്തുകയും താൻ എവിടെ ആണേലും പോയി പാടുകയോ പ്രസംഗിക്കുകയോ ഒക്കെ ചെയ്യുന്ന കർത്തദാസനാണ്. അതുമാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് താൻ എല്ലാം പാവങ്ങളുടെ ഇടയിൽ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെയാണ് തൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനം. നേരത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ, നമ്മുടെ ഇടയിൽ തനിക്കായ ചെറുപ്പമായിരുന്ന സമയങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. സഭകളിൽ IPCയുടെ പല സഭകളിലും പാസ്റ്ററായിരുന്നു, വലുതും ചെറുതുമായ സഭകളിലെല്ലാം. അത് കഴിഞ്ഞിട്ട് താൻ പാസ്റ്ററിനോട് പറഞ്ഞു, സെൻട്രൽ പാസ്റ്ററിനോട് പറഞ്ഞു, എനിക്കിനിയും സഭ വേണ്ട, ഞാൻ പാവങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് താൻ അങ്ങ് പോവുകയായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിലാണ് താൻ പ്രവർത്തിക്കുന്നത്. തിരുവല്ലയിൽ താമസിക്കുന്നു, തമിഴ്നാട്ടിലാണ് പ്രവർത്തിക്കുന്നത്. പാവങ്ങളുടെ ഞാൻ ഒരു പ്രാവശ്യം പോയി, എനിക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റത്തില്ല. അവിടെയാണ് പാസ്റ്റർ അവിടെ കൂട്ട് പോകും. പാസ്റ്റർ അവിടെ അവരുടെ ഇടയിലോട്ട് കയറി ചെല്ലുന്നത്. പ്രൈസ് ലോർഡ്. അവിടെ താൻ അവരുടെ കൂടെ തന്നെയാണ് രാത്രിയിൽ ഉറങ്ങാറ്, വെളിയിലാണ് ഉറങ്ങുന്നത്. പ്രൈസ് ലോർഡ്. താൻ കൊതുകെന്ന് പറയുന്നില്ല, അതിനൊക്കെ വലിയ ഏതാണ്ട, അതൊക്കെ അതൊന്നും തനിക്ക് പ്രശ്നമല്ല. രാത്രി ഭയങ്കര ഉറക്കമാണ്, നമ്മളാരും ഉറങ്ങാറില്ല. ഒരു പ്രാവശ്യം എനിക്ക് അങ്ങനെ വേറൊരു സ്ഥലത്ത് പോയപ്പോൾ ഒരു അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വേറൊരു പാസ്റ്റർ അദ്ദേഹത്തെ ഈ പാസ്റ്ററിനെ കണ്ടിട്ട് ദേഷ്യം പിടിച്ചേതാണ്ട് പറഞ്ഞു. കാരണം തനിക്ക് ഉറങ്ങാൻ പറ്റുന്നത്, ഇദ്ദേഹമാണെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. താൻ കുടുംബമായിട്ട് ആൻറ്റിയെയും പരിചയപ്പെടുത്തേണ്ടതുകൊണ്ട് താനാണ് തള്ളി വിടുന്നത്. നമുക്ക് അവിടെ പോകാച്ചാ ഇവിടെ പോകാച്ചാ എന്നൊക്കെ പറഞ്ഞ്. പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ സഹോദരിയാണ് അല്ലെങ്കിൽ ആൻറ്റിയാണ് അതിന് ഉത്സാഹിപ്പിക്കുന്നത്. അതുപോലെ മക്കൾ അതിനേക്കാൾ, ഒരു മോനും ഒരു മോളും ഉണ്ട്. മോൻ അവിടെ നമ്മുടെ സായിപ്പിൻ്റെ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ്. മോള് ഫാർമസിസ്റ്റാണ്, UK ഡോക്ടറായ കഥ ഞാൻ പറയാം, അത് പാസ്റ്റർ പറയത്തില്ലായിരിക്കാം. പാവങ്ങളുടെ ചെല്ലുമ്പം എല്ലാം രോഗികളും കുഷ്ഠരോഗികളും അങ്ങനെയൊക്കെയുള്ള രോഗികളാണ്. അപ്പം നാട്ടിൽ നിന്ന് കുറച്ച് ഏതെങ്കിലും ഒരു ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറും ചെല്ലത്തില്ല. എല്ലാം പെന്തക്കോസുകാരായ ഡോക്ടർമാരൊക്കെ, അവരൊന്നും ചെല്ലത്തില്ല. അവർക്ക് ഇഷ്ടംപോലെ പൈസ നാട്ടിൽ കിട്ടുന്നുണ്ടല്ലോ. അന്നേരം മോൻ ഇതുപോലെ 7ലോ 8ലോ പഠിക്കുമ്പോൾ പറഞ്ഞു, ഡാഡി എന്നെ പഠിപ്പിക്കാമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. പ്രൈസ് അദ്ദേഹം അങ്ങനെ ഒരു വലിയ മിടുക്കനായ ഒരാളെന്നല്ല, ആഗ്രഹത്തിൻ്റെ പേരിലാണ് താൻ അങ്ങനെ പറഞ്ഞു പോയത്. മിടുക്കനായ ആളായിരിക്കും, എനിക്കറിയത്തില്ല. പക്ഷെ അന്ന് അങ്ങനെ ഒരു രീതിയിൽ ഏതായാലും താൻ തൻ്റെ കുടുംബ വസ്തു എല്ലാം വിറ്റാണ് താൻ മോനെ പഠിപ്പിച്ചത്. വാടക വീട്ടിൽ അന്നും ഈ അടുത്ത സമയത്താണ്
ഒരു വീട് സ്വന്തമായിട്ട് തനിക്കുണ്ടായത്. അങ്ങനെ താൻ പഠിച്ചു, എല്ലാം ആദ്യത്തെ പ്രാവശ്യം തന്നെ പാസ്സായി. ഇപ്പം അവർ ഫാദറും മദറും രണ്ടും ആ മോനും കൂടെ ചെന്നാണ് ഫ്രീ ആയിട്ട് പോയി അവിടെ ചെന്ന് രോഗികളെ ശുശ്രൂഷിക്കുകയും കുഷ്ഠരോഗികളെ അടുത്ത സമയത്ത് പറയുകയുണ്ടായി. കുഷ്ഠരോഗികളുടെ ഇടയിൽ ഫ്രീ ആയിട്ട് മരുന്ന് കൊടുക്കുന്നു. ഞാനങ്ങനെ എനിക്ക് എൻ്റെ അറിവിൽ ലോകത്തിൽ ഒരു പയ്യനെ മാത്രമേ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഹല്ലേലൂയ. ഞാൻ കൂടുതൽ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സമയം എടുക്കുന്നില്ല. ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ അദ്ദേഹത്തെ പറ്റി തന്നേ ഉള്ളൂ. ഒരു പക്ഷേ പാസ്റ്റർ കൂടുതലായിട്ട് സംസാരിക്കുമായിരിക്കും അതിനെപ്പറ്റിയൊക്കെ. സമയം ശരി. താങ്ക് യു. ശരി. കർത്താവിന്റെ ബ്രദറിനെ ദൈവം സഹായിക്കട്ടെ. കർത്താവിനെ പറ്റി ഒരു ചെറിയ ഇൻട്രഡക്ഷൻ നമുക്ക് നൽകി തന്നു. അപ്പൊ തന്നെ ഞാൻ ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ എൻ്റെ പപ്പായുമായിട്ട് വളരെ അടുപ്പമുള്ള ആളും അവരൊരു ചെങ്ങന്നൂർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ചെങ്ങന്നൂർ ഡിസ്ട്രിക്റ്റില് ഒരുമിച്ച് ശുശ്രൂഷിപ്പാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയും ഞങ്ങൾക്കൊരു ബന്ധം കർത്താവ് തന്നു. പക്ഷെ ഞാൻ അങ്ങനെ അടുത്തതായിട്ട് പരിചയം പോരാ. തുടർന്ന് കർത്താവിന്റെ ദാസനെ ഞങ്ങൾ സ്നേഹത്തോടെ വളരെ ആദരവോടെ ശുശ്രൂഷകൾക്കായി ക്ഷണിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ്സ്, കുടുംബം, പ്രിയ സിസ്റ്റർ, സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം എനിക്ക് കർത്താവ് തന്നു. പ്രിയ ജോയ്സ് അതിനെ അവസരപ്പിക്കാനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോയ്സ് ഓർപ്പിച്ചതുപോലെ ഞങ്ങള് 30-35 വർഷം മുമ്പ് ജോയ്സ് കോളേജ് പഠിക്കുന്ന കാലത്ത് ജോയ്സ് നല്ലതായിട്ട് പാട്ട് പാടും, ഓർഗൻ വായിക്കും. ഞാനിങ്ങനെ ഒത്തിരി ഉൾപ്രദേശങ്ങൾ, വയനാട്, റേഞ്ചൊക്കെ ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത കാട്ടാക്കൾ, തമിഴ്നാട് ഉൾപ്രദേശങ്ങൾക്ക്, ഗ്രാമങ്ങളിലൊക്കെ യേശുക്രിസ്തുവിന്റെ വചനവുമായിട്ട് ചെറിയ ചെറിയ കൺവെൻഷനുകളൊക്കെ സംഘടിപ്പിക്കുക. അതൊക്കെ സ്വന്തം റിസ്കിലാണ്, സ്പോൺസർ ഒന്നുമില്ലാത്ത. ബൈ ഫെയ്ത്ത് എന്ന് പറഞ്ഞല്ല, ആ ഒരു അനുഭവം മാത്രമേ. അപ്പൊ ഞാന് ജോയ്സ് പാടും പ്രസംഗിക്കുകയും, ജോയ്സ് നല്ലതായിട്ട് പാട്ട് പാടും. ഗ്രാമങ്ങളിലൊക്കെ പോയി ഞാൻ പ്രസംഗിക്കും, ജോയ്സ്. അങ്ങനെ ലാഭമില്ലാതെ, വരുമാനമില്ലാതെ എന്നോട് ഒത്തിരി കഷ്ടപ്പെട്ടാണ് ജോയ്സ്. ആ ദൈവത്തിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളില് ഇവിടെ വന്ന് എനിക്കൊരു ചെറിയ സെമിനാരി ഹൈസ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. ട്രെയിനിങ് സെന്ററാണ്, വലിയ കെട്ടിടങ്ങളൊന്നുമില്ല, ചെറിയ സെമിനാർ. അവിടെ ഒരു 2 ദിവസം വന്ന് ബൈബിൾ സ്റ്റഡിയൊക്കെ നടത്തി അവരെയൊക്കെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇപ്പോഴും ആ നോട്ട്സ് ഒക്കെ എന്നെ അവർ കാണിക്കാറുണ്ട്. അത്ര പാസ്റ്റർ ജോയ്സിന്റെ നോട്ട്സ് അവർ എപ്പോഴും നല്ല നോട്ട്സ് ഇടയ്ക്ക് വന്ന് ക്ലാസ് എടുക്കാൻ പറയണമെന്ന് പറയാം. ഞാൻ വരും എന്നെല്ലാം പറഞ്ഞിരിക്കും. ഒത്തിരി ആളുകളുടെ മുറിവ് കെട്ടാനും, വഴി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും, പെൺകുട്ടികളെ കെട്ടിക്കാൻ, പിള്ളേരെ പഠിപ്പിക്കാന്, ദൈവത്തിന്റെ ദാസന്മാർക്ക് സപ്പോർട്ട്, വീട് പണി 11 വീട് ഞങ്ങളുടെ മിനിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുമ്പോൾ ഇതിനെല്ലാം ജോയ്സ് തൻ്റെ ജോലിയിൽ നിന്ന് തന്നെ കിട്ടുന്ന ആ വരുമാനം എല്ലാത്തിനും എന്ത് പറഞ്ഞാലും ആ കരം നീട്ടുവാണ്. ആ കർത്താവിന്റെ ദാസനെയും കുടുംബത്തിൻ്റെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് മറക്കാനൊക്കത്തില്ല. ആദ്യമായിട്ട് ഈ വഴി കിടക്കുന്നവർ ഭക്ഷണമില്ലാതെ മരിക്കാൻ തുടങ്ങി ഈ കോവിഡ് സമയം. അവിടെ കോർഡിനേറ്റ് ചെയ്യുന്ന പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്റർ അവിടെ ഒത്തിരി പേര് ഇങ്ങനെ വഴി കിടന്ന് മരിക്കുന്നു, എങ്ങും വീട്ടിൽ കയറ്റത്തില്ല, ഭക്ഷണമില്ല. അപ്പോൾ ഞാനൊരു 10 പൊതി കൊടുക്കുന്നു പറഞ്ഞ് എൻ്റെ കയ്യിൽ ഉള്ള പൈസ കൊടുത്ത് 10 പൊതി ഇവിടെ നോക്കി ഒപ്പിച്ചു. ഞാൻ ജസ്റ്റ് 2-3 ഫോട്ടോസ് പാസ്റ്റർ ജോയ്സിന്റെ വാട്സപ്പിൽ വെച്ചത് എന്താണ്. ഞാൻ പറയുന്നത് ആ സംഭവം മരിക്കാൻ തുടങ്ങുന്നു, ഒരു നേരത്തെ ആഹാരം കൊടുക്കാമെന്ന് കരുതി ചെയ്തതാ, നാളെ ചെയ്യാനൊന്നും പറ്റുന്നില്ല, ഇന്നത്തേക്ക് ചെയ്തു. അപ്പൊ എന്നോട് പാസ്റ്റർ ജോയ്സ് പറഞ്ഞത്, പാസ്റ്റേ എന്നാ ഒരു 10 പൊതി നാളെ കൊടുക്കും. അത് ഇപ്പൊ എനിക്ക് 2 ലക്ഷം കഴിഞ്ഞാണ് ഇപ്പം ഫുഡ് കൊടുക്കാൻ.
പാസ് ജോയ്സും കുടുംബവും ഫ്രിജിലും കുഞ്ഞുങ്ങളും ഒക്കെ ഒത്തിരി ത്യാഗം ചെയ്തിട്ടുണ്ട്. പ്രത്യേകം നന്ദി ഈ സമയത്ത് പറയാനുള്ള അവസരം ഉണ്ടായത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. മിനിസ്ട്രി ഫീൽഡ് ഒത്തിരി ദുരിതമുള്ളതായിരുന്നു. ഞാനും പാസ് ജോയ്സ് ഒക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നെ കൂടുതൽ കഷ്ടപ്പെട്ട ഒരാളാണ്. കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട ഒരു ദൈവത്തിന്റെ ദാസനാണ് പാസ് ജോയ്സ്. പാട് കൂലിയില്ലാതെ പാട്. ആ കഥയൊക്കെ ഇടയ്ക്ക് നിങ്ങൾ പറയാറുണ്ട്, ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞ് കരയാറുണ്ട്. എല്ലാം ദൈവരാജ്യത്തിന് വേണ്ടിയാകിയാൽ കർത്താവിന് വേണ്ടിയാണല്ലോ. കർത്താവ് ആർക്കും കടക്കാരനുമല്ല. അതുകൊണ്ട് കൂലി പങ്കിടുന്നൊരു ദിവസമുണ്ട്. പ്രതിഫലം അവന്റെ കയ്യിലുണ്ട്. ആ ഒരു ദിവസം ആദരിച്ചവർ ആരെന്നും അനാദരിച്ചവരാരെന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. പ്രിയ കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. നല്ല പാട്ട് ഒരു ദിവസം കൂടെ ഒരു പ്രാവശ്യം കൂടെ കേൾക്കാതെയായി. ഫ്രിഡ്ജിൽ നല്ലതായിട്ടൊന്ന് പാടി കുറച്ചുകൂടെ നല്ലതായിരിക്കുന്നു. പെരിയോപ്പിനൊന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ കുടുംബത്തെ കുറിച്ച് കേൾക്കുമ്പോൾ വളരെ സന്തോഷം. എന്നെ ഒത്തിരി പോറ്റിപ്പുറത്തിയാണ് ആ രാജ്യത്ത് ചെല്ലുമ്പോഴൊക്കെ. അങ്ങനെ ഒത്തിരി കരം താങ്ങി, ആ കൈ അവരുടെ കൈകൾ എനിക്ക് വേണ്ടി താങ്ങി. ഈ മിനിസ്ട്രിയിൽ ഒത്തിരി പങ്കാളിത്തം ആ കുടുംബത്തിന്റെ ഉണ്ട്. ദൈവം കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സമയം പോകുന്നുണ്ട് വേഗത്തിൽ. നമുക്കൊരല്പസമയം കർത്താവിന്റെ വാക്കുകളെ, കർത്താവിന്റെ വചനം ചിന്തിക്കാം. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ഒരു 4-ാം അധ്യായം എല്ലാവർക്കും എപ്പോഴും അറിയാവുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം അതിന്റെ 4 മുതൽ ഉള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സമ്മത സകല മനുഷ്യനും അറിയട്ടെ, കർത്താവ് വരുവാൻ എടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയുണ്ട്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. 8 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടും ഉള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. കർത്താവിന് സ്തോത്ര. ഈ വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വളരെയധികം പരിചയമുള്ള ഭാഗമാണ്. എപ്പോഴും വായിക്കുന്നത്, എപ്പോഴും ചിന്തിക്കുന്നത്, എപ്പോഴും ഉരുവിടുന്നതുമാണ്. അതിൽ നമ്മൾ വായിച്ച ആ ഭാഗങ്ങൾ, ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുന്നത്, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കണം. പൗലോസിന്റെ മനോഹരമായ ഒരു പഠിപ്പിലാണ്. അവിടെ നമ്മൾ ആ ഭാഗം വായിച്ചതിന്റെ ആ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവസാനത്തെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിച്ചു, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഫിലിപ്പിയ വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പറയാണ്, ദൈവം നമ്മളോട് ഇരിക്കും. ദൈവം ആരാണ്? സമാധാനം. ഇവിടെ പ്രതിപാദിക്കുന്നത് സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്ന സമാധാനത്തിന്റെ ദൈവം നമ്മളോട് ഇരിക്കണം. അതിനുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ഇരിക്കേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിവിടെ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്നൊക്കെ ഒരു ദൈവജനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടതുണ്ട്, ചെയ്യരുത്. അപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ, ക്രിസ്തുവിന്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കണം. നമ്മൾ എപ്പോഴും കർത്താവ് നമ്മളോടുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, യേശു നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞ എല്ലാ നാളും ഞാൻ നിങ്ങളോടുണ്ട്, നിങ്ങളെ വിട്ടു പോകത്തില്ല, നിങ്ങളെ ഞാൻ തെരഞ്ഞെടുത്തതാണ്. 2-3 പേർ എന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ നടുവിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വിട്ടു പിരിയാതെ നിൽക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ നമുക്ക് നൽകുന്ന പാഠം, ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം. ദൈവം എങ്ങനെ നമ്മളോട് ഇരിക്കും? ദൈവത്തെ
നമ്മുടെ കൂടെ ഇരുത്തണം. ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ വിട്ടു പോകത്തില്ലെന്നുണ്ട്, എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയും, എന്നാൽ സമാധാനത്തിന് ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. അപ്പൊ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണം, നമ്മൾ ഇറക്കി വിടരുത്. ഇന്നിപ്പം ഉണ്ടെന്നുള്ള ബോധ്യത്തിലൊക്കെ നമ്മൾ ഒത്തിരി പാട്ട് പാടുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, കൺവെൻഷനുകളുണ്ട്, ജനറൽ കൺവെൻഷൻ ഉണ്ട്, സ്റ്റേറ്റ് കൺവെൻഷൻ, ഡിസ്ട്രിക്ട് കൺവെൻഷൻ, ലോക്കൽ കൺവെൻഷൻ, സോണൽ കൺവെൻഷൻ, വേണ്ട തെരുവിലെല്ലാം ഉണ്ട്. പക്ഷേ സമാധാനത്തിന് ദൈവം കൂടെ ഉണ്ടോ എന്നത് നമുക്കൊരു ആത്മപരിശോധന നടത്തുകയും കൂടി ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ദൈവജനം, ബന്ധക്കോസ് വിശ്വാസി ഒത്തിരി സൂക്ഷിക്കേണ്ടത്. ദൈവത്തെ ഒരുത്തനോട് ഇരുത്തുക. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. കാരണം വിശ്വാസം മൂലമല്ലോ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കും. പ്രവൃത്തിയൊന്നും ഇവിടെ കാരണമല്ലെന്ന് പറയുന്നു. എന്നാൽ ഈ ഒരു ആയുസ് പ്രവൃത്തി കൂടാതെ, നമ്മുടെ മിടുക്കോ സാമർഥ്യമൊന്നും കൂടാതെ, കർമ്മങ്ങളൊന്നും കൂടാതെയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നു, വിശ്വാസത്താൽ വസിക്കുന്നു. അപ്പൊ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ, വസിക്കുന്നുണ്ടോ ഇല്ലയോ, ഉണ്ടെങ്കിലുള്ള പ്രവൃത്തിയുള്ള വർക്ക്, ആ പ്രവൃത്തിയെ കുറിച്ച് ആണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മള് വായിച്ച 4-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചുകൊണ്ട് പോകാം. അവിടെ എഴുതിയിരിക്കുന്നത്, ഒന്ന് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. അവിടെ എഴുതിയിരിക്കുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിക്കും. അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അതിന്റെ 4-ന്റെ 1 മുതൽ വായിക്കാൻ, അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരും ആയ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ. അപ്പൊ അവിടെ തുടങ്ങുന്നത്, ഈ ചാപ്റ്റർ തുടങ്ങുന്നത് ഇങ്ങനെ കർത്താവിൽ നിലനിൽക്കണം. അടുത്ത 2-ാം വാക്യത്തിൽ പറഞ്ഞ, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവതയ്ക്ക് സന്ധിക്കുകയും പ്രബോധിപ്പിക്കുന്നു. അപ്പൊ ക്രിസ്തുവിൽ ഏക ചിന്തയോടെ ഇരിക്കണം. നമ്മളിവിടെ സമാധാനത്തിന് ദൈവം നമ്മളോട് ഇരിക്കാൻ, നമ്മൾ ഈ ജീവിതത്തിൽ വെറുതെ അങ്ങ് ജീവിച്ചിട്ട് രക്ഷിക്കപ്പെട്ടു, ദൈവാത്മാവിനാൽ നിറയപ്പെട്ടു എന്നുള്ളൊക്കെയുള്ള ചിന്തയിൽ, അല്ലെങ്കിൽ ഞാനൊരു പെന്തക്കോസ്ത് വിശ്വാസിയായതുകൊണ്ട് എല്ലാം തികഞ്ഞു എന്നുള്ള ആ ഒരു ജീവിതം കൊണ്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ? സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ ഇരിക്കുന്നുണ്ടോ? നമ്മുടെ സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്വസ്ഥത മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് സ്വസ്ഥമായിരിക്കാൻ കഴിയുന്നില്ല. ഒരു നൊമ്പരം പിടിച്ച്, അതാണ് ഒരു കോടീശ്വരൻ, എല്ലാം ഉണ്ട്, നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഉണ്ട്, അതൊരു ചർച്ചാ വിഷയമാണ്. 10,000 കോടി ആസ്തിയുള്ള മനുഷ്യൻ സ്വസ്ഥതയില്ലാതെ, ഒരു നിമിഷത്തേക്ക് ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഓർക്കണം, നമുക്കുണ്ടാകുന്ന ദൈവിക അനുഗ്രഹങ്ങൾ, ദൈവസമാധാനം നമുക്ക് എത്രമാത്രം ദൈവം തന്നുകൊണ്ട് നമുക്ക് ഇതിലും വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മളെന്നേ തീരുണ്ട്, എന്ന് വെടി തീരുണ്ട്, നമ്മളെ തന്നെ ഇല്ലാതാക്കാം. എത്ര പ്രാവശ്യം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ? പക്ഷെ നമുക്കല്ല പ്രശ്നമില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ കാശുമില്ല, നമുക്കൊക്കെ വരുമാനങ്ങളും ഇല്ല, നാളെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിചാരപ്പെടുകയാണ്. 10,000 കോടിയുടെ ആസ്തിയുള്ള മനുഷ്യൻ ആ കുടുംബത്തിൽ സ്വസ്ഥത, ഇപ്പോഴും സ്വസ്ഥതയില്ല. ക്രിസ്ത്യാനി ആകാഞ്ഞത്, ക്രിസ്ത്യാനിറ്റി ഇല്ലാഞ്ഞത്, ക്രിസ്തീയത ഇല്ലാഞ്ഞുമല്ല, ക്രിസ്തുവിശ്വാസത്തിന് കുഴപ്പമല്ല, പള്ളി പോകാഞ്ഞിട്ടോ പ്രാർത്ഥിക്കാഞ്ഞിട്ടോ ഒന്നും അല്ലായിരിക്കില്ല, ആരും പ്രാർത്ഥിക്കാൻ ഇല്ലാഞ്ഞിട്ടോ. പക്ഷെ പണം കൊണ്ടും ആരോഗ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും ബന്ധം കൊണ്ടും അധികാരം കൊണ്ടും ഒന്നും നേടാനാവാത്തതൊന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലൂടെ നമുക്ക് ഇന്നും തന്നിരിക്കുന്നത്
അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ആണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുക. യേശുക്രിസ്തു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഒന്നാമത്തെ വക്താവായിരുന്നു സെയിന്റ് പോൾ. അദ്ദേഹത്തിന്റെ എഴുത്തുകൾ നമ്മളെ ക്രിസ്തുവിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനോട് ചേർത്ത് നമ്മളെ നിർത്തണം. കാണുന്നതൊക്കെ താൽക്കാലികമാണ്, കാണാത്ത നിത്യത. ഈ കാണുന്ന താൽക്കാലികമായ കാര്യങ്ങളാണ്, കാണുന്നതിനോട് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്. കാരണം ഇവിടെ ഒരു ചെറിയ ജീവിതമേ ഉള്ളൂ. ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ വേണം. എന്തെങ്കിലും കുറവ് വന്നാൽ നമുക്ക് സ്വസ്ഥതയില്ല, അസമാധാനമില്ല, നമ്മൾ ഇളകിപ്പോകും. അതൊന്നും വരരുതെന്ന് പറയുകയാണ്. അതിനുള്ള പോംവഴികൾ, ക്രിസ്ത്യാനിറ്റിയിലുള്ള ഏറ്റവും ശ്രേഷ്ഠത എന്ന് പറയുന്നത് പ്രതീക്ഷകളുടെ മാർഗം, യേശുക്രിസ്തുവിന്റെ മാർഗം എന്ന് പറയുന്നത് പ്രത്യാശയുടെ മാർഗമാണ്, ആനന്ദത്തിന്റെ മാർഗം. ദാരിദ്ര്യത്തിലും സന്തോഷിക്കുന്നു, മരണത്തെ കാണുമ്പോഴും വിശുദ്ധന്മാർ സന്തോഷിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് മരണത്തെയൊക്കെ പരിഹസിക്കുന്നത്. ഹേ ഹേ മരണമേ എന്ന് വിളിക്കും. മരണത്തെ അങ്ങനെ വിളിക്കാനുള്ള കഴിവ് ആ ക്രിസ്തുവിശ്വാസം കൊണ്ട് മാത്രമുള്ളതാണ്. യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു മഹത്വം, ആ ഒരു ശ്രേഷ്ഠത ദൈവത്തിന് മുറ്റത്ത്. ഇവിടെ ഈ ചെറിയൊരു ആയുസ്, ചെറിയൊരു ജീവിതം, 60, 70, 50, 80 കിട്ടിയെങ്കിൽ കിട്ടി. അഥവാ എത്ര ദിവസം ഉണ്ടെന്ന് നമ്മൾ അറിയില്ല. ഇവിടെയുള്ള കാലത്ത് നാം എന്താകണം, നാം എങ്ങനെയാകണം, എങ്ങനെയാകരുതെന്ന് ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന് ഒരു ചെറിയ പഠനം നമ്മുടെ കഴിവനുസരിച്ച് നമുക്ക് ഇത് ധ്യാനിക്കാം. ഇതൊരു ധ്യാന ചിന്തയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, സാക്ഷാൽ ഇണയാളിയായുള്ളവരെ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് ഉപേക്ഷിക്കുന്നു. ജീവോത്സവത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരനുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ഈ എഴുതുന്നത് ഫിലിപ്പിയിലെ വിശുദ്ധന്മാര്, വിശ്വസ്തരായ കർത്താവിന്റെ വേലയ്ക്ക് നിന്ന 2 സഹോദരിമാരുടെ പേരുടെ പറയുന്നുണ്ട്. അതിലേക്ക് അവിടെ എഴുതിയിരിക്കുന്നത്, അവരും ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പൊ ഈ 2 സഹോദരിമാരെ കൂടെ പ്രത്യേകം എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് ഈ. എന്നിട്ടാണ് 4-ാം വാക്യത്തിലേക്ക് വരുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി ആ പശ്ചാത്തലം പ്രത്യേകിച്ച് 2 സ്ത്രീകളോട് പറയും. ഇന്ന് സ്ത്രീകളെയൊക്കെ അടിച്ചമർത്തുന്ന സുവിശേഷഘോഷണത്തിൽ അല്ലെങ്കിൽ ദൈവവേലയിൽ പണം എങ്ങനെയൊക്കെ മേടിക്കും, പാട്ടുമൊക്കെ പാടിക്കണം, പ്രാർത്ഥിപ്പിച്ചു. പക്ഷെ ഒന്നിലും അവർക്ക് എല്ലാ ക്രിസ്തുവാദം, എല്ലാ മതങ്ങളും അങ്ങനെ എങ്ങും ഒന്നും കാര്യമായിട്ട് എവിടെയൊക്കെ തൊട്ടുപിടിച്ചൊക്കെ നിർത്തും, അത്രയും. പക്ഷെ പോള് പറയുന്നത് അവരെന്നോട് പോരാടിയിരിക്കുന്നു. ഇവിടെ സുവിശേഷ ഘോഷണത്തിൽ എത്രയോ പേര് ഇങ്ങനെ പോരാടുന്നുണ്ട്, ആരും അറിയിക്കാതെ. നമ്മൾക്ക് പോരാടുക ദൈവത്തിന്റെ പുസ്തകത്തിൽ എല്ലാവരും ഉണ്ടെന്ന് ഓർത്തോളൂ. നമ്മളെ ലോകം ഓർത്തില്ലെങ്കിലും നമ്മളെ സംഘടനകളും സമുദായങ്ങളും അസോസിയേഷനുകളും ഒന്നും ഓർത്തില്ലെങ്കിലും ദൈവത്തിന്റെ പുസ്തകത്തിൽ നമ്മളെല്ലാം ആണും പെണ്ണും എന്ന് ക്രിസ്തുവിലില്ലെന്ന് ഒന്നോട് ഓർപ്പിക്കണേ. യഹൂദമതം തുടങ്ങി ക്രൈസ്തവ മതം തുടങ്ങി ഇന്നും കേട്ടത്തിൽ ഇവിടെ 2 സ്ത്രീകൾ ക്രിസ്തുവിന്റെ എന്നോടുകൂടെ, ഒരു പുരുഷനോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടി. അല്ലെങ്കിൽ ആ പോരാട്ടത്തിൽ ആ 2 സഹോദരിമാർ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്. അദ്ദേഹം ഓർപ്പിക്കുകയാണ് കോട്ടെ. ഇതുപോലൊക്കെയുള്ള എന്ത് സഹായങ്ങൾ, സപ്പോർട്ടുകൾ. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം ചില സഹോദരിമാരൊക്കെ അവിടെ സ്നാനപ്പെട്ടു. അവരൊക്കെ പറഞ്ഞു, എനിക്ക് കർത്താവിൻ്റെ ഞാൻ അവരെല്ലാം ട്രെയിൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുക. ഓരോ കൂട്ടായ്മകൾ ഏൽപ്പിക്കാനായിട്ട്. നടത്താൻ ആരുമില്ല. ഒരു മാസം 3 എണ്ണം നടത്തുന്നു. വേറെ ഗ്രാമങ്ങളിലൊന്നും പോകാൻ ആരും ഇല്ല. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ എനിക്ക് അത്ര എടുത്തേക്കാൻ പറ്റും. നമുക്ക് അത്ര എടുത്തില്ല. അത്ര പുരുഷനെ കിട്ടാനില്ല. എവിടെ പുരുഷൻ ഇരിക്കും? പാസ്റ്റർമാർക്കാണ് കല്യാണം കഴിക്കാത്ത ഒത്തിരി പാസ്റ്റർമാരുടെ ഒക്കെയാണ്. പെണ്ണ് കിട്ടത്തില്ല, വരുമാനവും ഇല്ല, വീടും ഇല്ല. ഈ 40 പാസ്റ്റർമാർ 25 പേർക്ക് സ്ഥലവും ഇല്ല, വീടും ഇല്ല. 11 പേർക്ക് ഒരു വിധത്തിൽ പാസ്റ്റർ ജോയ്സും ഞങ്ങളെല്ലാം അവിടെ എവിടെയൊക്കെ നിർത്തിക്കൊണ്ട് 11 വീട് വെച്ചു. ഇപ്പൊ ഒരു
1000 വീട് വെച്ചു കൊടുക്കണോ തീരാത്ത പോലെ നിൽക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോരുത്തരെ ട്രെയിൻ ചെയ്യിക്കണം. ആളുകൾ തയ്യാറാണ്, പക്ഷെ ആർക്കും ഒരു സംവിധാനങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്തൊരു നമുക്കെന്തും കർത്താവിന് ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ സുവിശേഷ ഭക്ഷണത്തിൽ പോരാടാൻ ധാരാളം ആളുകൾ കിട്ടും എന്നുകൂടി ഞാൻ ഓർപ്പിക്കാം. ഇനി നമുക്ക് മുന്നോട്ട് പോവാം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് നേരത്തെ ഇതുപോലെ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറഞ്ഞു. അപ്പൊ ഇവിടെ ആവർത്തിച്ചു പറയാം, നിങ്ങൾ നിരാശപ്പെട്ടിങ്ങനെ ജീവിക്കുന്നു. നമ്മുടെ പ്രതീക്ഷ ഇവിടെ അല്ല, നമ്മുടെ പ്രത്യാശ ഇവിടെ അല്ല. അതാണ് നമ്മളെ പോൾ പഠിപ്പിക്കും. കാണുന്നതൊക്കെ താൽക്കാലികം, കാണാത്ത നിത്യത. ഇവിടെയുള്ളതെല്ലാം താൽക്കാലികമാണ്. ഇപ്പൊ ഭൂരിപക്ഷം വിശ്വാസികളും ഭൂരിപക്ഷം ദൈവദാസന്മാരും ശരിക്കും പറഞ്ഞ ആരാന്ന് ചോദിച്ചാൽ നിരാശ. അവർക്ക് സമ്പത്തുള്ളവരും നിരാശ. മുമ്പേ പറഞ്ഞാൽ 10,000 കോടി ഉള്ളവരും നിരാശയാണ്. പിന്നെ ഒന്നുമില്ലാത്തതിന്റെ കാര്യം. അപ്പോൾ ഇവിടെ പൗലോസ് പറയുന്നു, നിങ്ങൾ നിരാശപ്പെട്ടിരിക്കരുത്. അതിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. എവിടെ? നമുക്ക് കർത്താവിൽ സന്തോഷിക്കാം. അതാണ് കർത്താവ് നമുക്ക് സന്തോഷം തരാനാണ്, നമുക്ക് സ്വസ്ഥത തരാനാണ്, നമുക്ക് സമാധാനം തരാനാണ് ക്രൂശിൽ മരിച്ചത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അയച്ചിരിക്കുന്നു. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതരെ വിടുവിച്ചയക്കാനും കണ്ണില്ലാത്തവന് കാഴ്ച കൊടുക്കാൻ മുടന്തരെ വിടുവിക്കാൻ നടത്താൻ യേശു ഭൂമിയിൽ വന്നതാണ്. ദാരിദ്ര്യം മാറ്റുന്നതാണ്, നമ്മുടെ സങ്കടം തീർക്കുന്ന, നമുക്ക് സന്തോഷം തരുന്നതാണ് സുവിശേഷം. ഈ സുവിശേഷം കേട്ടന്ന് മുതൽ ഇത് പറയാൻ തുടങ്ങിയതും പഠിപ്പിക്കാൻ തുടങ്ങിയതും ഒക്കെയാണ് ജീവിതത്തിൽ നമ്മൾ നിലനിൽക്കുന്നത്. അതിൽ നിൽക്കത്തല്ല. കുറെ കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒത്തിരി പേര് കൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഒത്തിരി പേര് കൂട്ടി വെച്ചവരുടെ പോയി ചോദിക്കാറുണ്ട്, പെണ്ണിനെ കെട്ടിക്കാമോ, വീട് വെച്ചു കൊടുക്കാൻ, അല്ലെ ഷീറ്റ് ഇട്ട് വന്നാണ്, അല്ലെ 10 ചാക്ക് സിമെന്റ്, അല്ലെ 1 ചാക്ക്. അതൊന്നും തുടക്കില്ല, അതൊന്നും വെറുതെ വെച്ചിരിക്കും. ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർക്കറിയില്ല, തിരിച്ചറിവില്ല. അപ്പൊ നമ്മൾ കർത്താവിൽ ഏകചിന്തയോടെ ഇരിക്കണം. അതുകൊണ്ട് അപ്പോൾ പറഞ്ഞ കർത്താവിൽ ഏകചിന്തയോടെ ഇരിപ്പീനെന്ന് ഞാൻ യുവതയ്ക്കെയും സ്വന്തതയും പ്രബോധിപ്പിക്കുകയാണ്. ഒരു പ്രബോധനമാണ്. നമ്മളൊന്ന് അറിവുണ്ടാകണം, നമുക്കൊരു ബോധ്യം തരികയാണ്. എന്ത് വേണം? കർത്താവിൽ ഏകചിന്തയോടെ ഇരിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ നിങ്ങൾക്ക് മുമ്പേ ക്രൂശിൽ കഷ്ടം സഹിച്ചവനെ ഓർത്ത് ധ്യാനിച്ചുകൊള്ളി. വേറെ ആരെ ഓർക്കാനാ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഓർക്കാൻ. നസ്രായൻ നമുക്ക് വേണ്ടി ദൈവം മനുഷ്യനായി, ദൈവം ഇവിടെ വന്ന് ദാരിദ്ര്യം അനുഭവിക്കുക, ദൈവം ഇവിടെ വന്ന് പട്ടിണി കിടക്കുക, ദൈവം ഇവിടെ വന്ന് വസ്ത്രമില്ലാത്തവനായി, ഉറങ്ങാത്തവനായി, തെരുവിലൂടെ അല്ലെങ്കിൽ പള്ളിയില്ല, ഒരു പുൾപിറ്റില്ല, ഒരു ചായ കൊടുക്കാനാരുമില്ല, വെള്ളം കൊടുക്കാനാരുമില്ല, വസ്ത്രം കഴുകുന്നില്ല, കഴുകിയോ കുളിച്ചോ ആർക്കറിയാം. എവിടെ ഉറങ്ങി? പ്രസംഗങ്ങളെല്ലാം വഴിയോരങ്ങളായിരുന്നു, മലയായിരുന്നു. എവിടെയെങ്കിലും ഇരിക്കുന്നു. പുരുഷാരത്തെ കണ്ടു മലമേൽ കയറി അവിടെ എവിടെ ഇരിക്കുന്നു? കസേരയുണ്ട്, പാറപ്പുറത്തോ കല്ലിന്റെ പുറത്തോ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്നു. മൈക്കുണ്ടോ? പുൾപിറ്റുണ്ട്, എന്തെങ്കിലും ഉണ്ട്. വെറും ശൂന്യതയിൽ നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിച്ച, നമുക്ക് വേണ്ടി മരിച്ച, നമുക്ക് വേണ്ടി വേദന സഹിച്ച, നമുക്ക് വേണ്ടി രോഗം ശീലിച്ച, നമുക്ക് വേണ്ടി പങ്കപ്പാടുകൾ സഹിച്ച ക്രിസ്തു, കർത്താവ്, ദൈവം. ഇവിടെ പൗലോസ് പറയാണ്, കർത്താവിൽ ഏകചിന്തയോടെ ഇരിക്കണം. ഒറ്റ ചിന്ത ഉണ്ടാവുള്ളൂ. ഒറ്റ ചിന്ത കൊണ്ടേ ഇവിടെ വിജയിക്കുകയുള്ളൂ. കോടാനുകോടി സമ്പത്തുകളുടെ ഉടമകളെല്ലാം ആ സമ്പത്തുകൾ വെച്ച് നോക്കി. മുമ്പേ പറഞ്ഞ ആള് 12 കോടിയുടെ അനേക കാറുകൾ, കോടികളുടെ അനേക കാറുകൾ സുരക്ഷിതമായി തൂത്തുമിനിക്ക് വെച്ചിരിക്കും. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുക? അത് കണ്ടത്ര സന്തോഷിക്കാൻ പറ്റും. കാറുകൾ കണ്ട്, റോൾസ് റോയ്സ് കണ്ടത്ര സന്തോഷിക്കാൻ പറ്റും. മുറിവേറ്റവൻ, കുഷ്ഠരോഗികൾ, കാല് അറ്റുപോയിട്ട് ചെരുപ്പ് മേടിച്ചു കൊടുക്കാൻ, എല്ലായിടത്തും ചെരുപ്പ് മേടിച്ചാൽ 30 കുഷ്ഠരോഗികൾ, ഒരു 32 അന്ധന്മാർക്ക് വടിയും എല്ലാം മേടിച്ചു കൊടുത്തു.
കഴിഞ്ഞ മാസത്തെ കാര്യം. ഈ മടക്കുന്ന വടിയുണ്ട്, അത് അവർക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അത് കേട്ടോണ്ട് വേറൊരിടത്ത് ഒരു 62 പേര് ഇപ്പൊ വന്നിരിക്കുകയാണ്. ഒരു വടി എനിക്ക് മേടിച്ചു, കണ്ണ് കാണത്തില്ല. ഞങ്ങൾ അവർക്ക് മണ്ണും കേക്കും ഒക്കെ കഴിക്കും അവിടെ ഇരിക്കും. ഒരു കാണാത്തൊരു അച്ചാന്റെ കയ്യിൽ നിന്ന് മണ്ണ് താഴെ. അപ്പൊ പട്ടിയും മനുഷ്യരും എല്ലാം അവിടെ ഇരിക്കുക, ഞങ്ങളെല്ലാം ഒരുമിച്ച്. താഴോട്ട് വീണ് ഇയാൾ കൈകൊണ്ട് തപ്പുമ്പോ പട്ടി ആ മണ്ണെടുക്കുന്നു. ഞാൻ ഓടിച്ചു, ആ കൂടെ നിന്ന് ആളോട് ഓടിച്ചല്ല, പട്ടി എടുക്കുന്നു. നിസ്സഹായരായ മനുഷ്യരെ കണ്ടില്ലെന്ന് നമുക്ക് നടിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ച് എനിക്ക്. നമ്മുടെ ഈ ജീവിതം ചെറിയൊരു ജീവിതം. അപ്പൊ കർത്താവ് രേഖയെന്ന് കർത്താവ് രേഖയിലോട് ഇരിക്കുക. കർത്താവ് എന്താ ചെയ്തത്? ധനം സമ്പാദിച്ചു, ബക്കറ്റുകളിൽ എടുത്തു, സ്വോത്രാഴ്ച എടുത്തു, കൂട്ടിവെച്ചു. ക്രിസ്തു ജീവിച്ചതുപോലെ എനിക്കും നിങ്ങൾക്കും ജീവിക്കാനാവില്ല. അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. നമുക്ക് വീട് വേണം, നമുക്ക് യാത്ര ചെയ്യണം, എല്ലാം ആവശ്യത്തിനുണ്ടാകട്ടെ. അതിലപ്പുറത്തേക്ക് പോയാൽ ഒന്നും ഇവിടെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ആരും തന്നുവിടത്തില്ല. ക്രിസ്തുവിലെ ഏകയിലൂടെ ഇരിക്കാൻ പറയുന്നത് എന്താണ്? സാക്ഷാൽ ഇണയാളിയായുള്ളവേ എന്ന് പറയുന്നത് ആ സ്നേഹം കൊണ്ട് വിളിക്കുക. ഫിലിപ്പിയിലെ വിശ്വാസികളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്, സംബോധന ചെയ്യാണ്. വേറെ വ്യാഖ്യാനങ്ങൾക്ക് നമുക്ക് കൊടുക്കാം. പക്ഷെ ആദരവോട് വിളിക്കുകയാണ്. ഒറ്റമാർഗമേയുള്ള ക്രിസ്തുവിലെ ഏകയിലൂടെ മരിച്ചാലും മരണത്തിനപ്പുറവും ഇപ്പുറത്തും ഈ ഒരു ചിന്ത മാത്രമേ നമുക്ക് ആശ്വാസം ഉണ്ടായുള്ളൂ, സമാധാനം ഉണ്ടായുള്ളൂ. അടുത്ത വാക്യം വായിക്കുന്നു. നമുക്ക് താഴോട്ട് പോകാം. അതുകൊണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുക. വേറെ വഴിയില്ല. വേറെ ലോകത്തിൽ എന്തുകൊണ്ട് സന്തോഷിക്കാൻ പറ്റില്ല? പണം കൊണ്ടൊരു സന്തോഷം ഉണ്ടായാലും വേണം, ആവശ്യമുള്ള ഇതൊക്കെ ഉണ്ടായാലും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ കർത്താവിന്റെ മാർഗത്തിൽ കർത്താവ് നമുക്ക് തരും. ഇതുവരെ നമ്മെ നടത്തിയല്ലോ. ഇപ്പോഴും അവശേഷിക്കുന്ന നൊമ്പരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. അതിനുള്ള വഴി ഇപ്പൊ പറയുകയാണ്. അടുത്തെന്താ പറയുന്നത്? നിങ്ങളുടെ സൗമ്യത സകലരും അറിയട്ടെ. സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. സൗമ്യത സകല മനുഷ്യരും അറിയണം. ക്രിസ്തു വിശ്വാസത്തിന് ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അഹങ്കാരമോ തന്നിഷ്ടമോ വിളച്ചിൽ കൊണ്ടൊന്നും നമുക്ക് മുന്നോട്ട് പോകാൻ പാടില്ല, ജീവിക്കാനാവില്ല. അത് ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമല്ല. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയണം. നിങ്ങൾ ആരാണ്? ഞാനാണ്. ക്രിസ്തുവിൽ ഏകയിലയോടെ ഇരിക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ, ക്രിസ്തു മാത്രമാണ് കണ്ണിന് മുമ്പിൽ. വേറെ ആരും നമ്മുടെ ലക്ഷ്യത്തിൽ ഉണ്ടെങ്കിൽ, ഏറ്റവും വലുതായ യേശുവിനെ അല്ലാതെ വേറെ ആരെയെങ്കിലും നമ്മുടെ കണ്ണിന് മുമ്പിൽ ഉണ്ടെങ്കിൽ ആ ചിന്തയിൽ ഇരിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് സൗമ്യത ഉണ്ടാകില്ല. പിടിച്ചു പറിച്ചും അധികാര കസേരകൾക്ക് വടം വിളിച്ചും കേസ് കൊടുത്തും പിടിയും വലിയുമായി നമ്മുടെ സമൂഹം മാറിയതിന്റെ കാരണം ക്രിസ്തു എന്ന ചിന്ത മാറി, ധനം കയറി, പിശാച് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഓർപ്പിക്കുന്നു മാത്രം. നാം ഓടുന്നത് എങ്ങോട്ടെയാണ്? ആരുടെ പുറകെയാണ്? എന്തിനു വേണ്ടിയാണ് ഓടുന്നത്? എത്ര ദിവസം ഓടാൻ കഴിയും? ഈ കാലും കൈകൾക്കും എത്ര ദിവസം ശേഷി ഉണ്ടാവും? ഏതെങ്കിലും ഒരു അവയവത്തിന് പണിമുടക്ക് സംഭവിച്ചാൽ നമുക്കൊന്നും ചെയ്യാനാകും. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും വേണം. ക്രിസ്തു അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തു സ്നേഹത്തിൽ ഓർപ്പിക്കുകയാണ്. അത് അറിയിക്കട്ടെ. അടുത്തത് എന്താ പറയുന്നത്? കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. അടുത്തൊരു കാര്യം പറയാണ്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. എല്ലാവരും വാക്കിപ്പോ വളരെ കുറവാണ്. കർത്താവ് വരും എന്നുള്ള വാക്കൊക്കെ ഇപ്പൊ അന്യം നിന്ന ഒരു പദങ്ങളായിട്ട് പോയിരിക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോഴാണ് എല്ലാം ഭൂമിയിൽ മനുഷ്യപുത്രനുള്ളവരിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്നത്. ഇതെല്ലാം ഒരുമാതിരി ആയി കഴിയുമ്പോൾ ഏത് നിമിഷവും നിലയാത്ത മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് ഒരുങ്ങി കർത്താവ് വരുവാൻ അടുത്തിരിക്കും. നമ്മുടെ പ്രതീക്ഷ അതാണ്. നമ്മളിവിടെ ജീവിക്കുന്നവർക്ക് അതുണ്ടാവും. വരുമ്പം പോകാം, വരും വേഗത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന കാക്ഷിച്ച കാലങ്ങളുണ്ടായി. ഞാൻ മുന്നോട്ട് പോകട്ടെ. അടുത്ത 6ാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഒന്നിനെ കുറിച്ച്. ഇനി അടുത്ത കാര്യങ്ങൾ പറയുന്നു. സമാധാനത്തിന് ദൈവം നമ്മളോട് ഇരിക്കണമെങ്കിൽ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് പറയാണ് എന്തായാലും ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എങ്ങനെ വിചാരപ്പെടരുത്?
വിചാരപ്പെടാതെ, മനപ്രയാസപ്പെടാതെ ജീവിക്കാൻ പഠിപ്പിക്കുക. മനപ്രയാസപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, ഒന്നും നേടാൻ പറ്റത്തില്ല. പിടിച്ചു നിൽക്കണം. പിടിച്ചു നിൽക്കാനുള്ള വഴികൾ കാട്ടിത്തരികയാണ്. അതിനുള്ള വഴികൾ പറഞ്ഞു തരിക. എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യരുത്. ക്രിസ്തുവിൽ ഏകചിന്തയോട്, കർത്താവിൽ ഏകചിന്തയോട് ഇരിക്കെ, സൗമ്യതയുള്ളവനായിരിക്കെ. പിന്നെ ആവശ്യങ്ങളുണ്ടല്ലോ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടും. ഒത്തിരി പ്രശ്നങ്ങൾ, ഒത്തിരി വിചാരങ്ങൾ കിടക്കുക, മനപ്രയാസത്തിന്റെ വഴികൾ കിടക്കുക, 100 പ്രശ്നങ്ങളാണ്. ദൈവത്തിന്റെ മക്കളെ, ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഈ നൊമ്പരങ്ങൾ എനിക്കും വേണ്ടി, ഇതെല്ലാം നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ ഭൂമി അത്രയാണ്. ബാക്ടീരിയയും വൈറസും ഇവിടെ ഉണ്ട്, കൊടുങ്കാറ്റുണ്ട്, വെയിലുണ്ട്, പേമാരിയുണ്ട്, സുനാമി ഉണ്ട്, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെ മധ്യത്തിലൂടെ ജീവിക്കാനാണ്. മഴയുണ്ട്, തണുപ്പുണ്ട്, മഞ്ഞുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ കാറ്റും, ശീതക്കാറ്റും ഉഷ്ണക്കാറ്റും, ഉഷ്ണവും പൊടിയും എല്ലാം നമുക്ക് അനുഭവിച്ചു. ഇത് നമ്മൾ അനുഭവിച്ചു. ഇതിൽ നിന്നും ഒഴിവാകാൻ പറ്റില്ല. ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ ദൈവം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. പണ്ട് ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് പോലും ക്രിസ്തുവിശ്വാസികൾ പതറാതെ ജീവിച്ചു. അതാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വിചാരം കൂടുമ്പോൾ, ആവശ്യങ്ങൾ ഒത്തിരിയാണ്, മനപ്രയാസം ഏറെ വരുമ്പോൾ ചെയ്യേണ്ടത്, സ്വസ്ഥത നഷ്ടപ്പെടുമ്പോൾ, പ്രശ്നസങ്കീർണമായ ഒരു ജീവിതം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പിന്നെന്ത് ചെയ്യണം? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുകയാണ്. ഒന്ന്, വിചാരപ്പെടുന്നു. ഏതെങ്കിലും ഒരു കാരണത്തെ കുറിച്ച് നീ മനപ്രയാസപ്പെട്ടാൽ നിന്റെ ഹാർട്ടും ബ്രെയിനും അടിച്ചു പോകും, ഒരു സംശയമില്ല. അതിന് താങ്ങാൻ പറ്റാവുന്നേ ഉള്ളൂ. നമ്മൾ എന്തിനാ വലിച്ചു വെക്കുന്നതെന്നാ പോലും, എന്തിനാ തലയ്ക്കകത്തേക്ക് ഇതെല്ലാം കൊടുത്തിട്ട്, എന്തിനാ ഹൃദയത്തിന്റെ അടിപ്പുകൾ കൂട്ടുന്നത്, എന്തിനാ ഈ രക്തസമ്മർദ്ദം കൂട്ടുന്നത്? നമുക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്തേലും വിചാരപ്പെടുന്നതും കൂട്ടാൻ പറ്റുമോ, കുറയ്ക്കാൻ പറ്റുമോ? ഒന്നും കൂട്ടാനും കുറയ്ക്കാനും പറ്റും. പിന്നെ നീളത്തിനൊന്നും കൂട്ടാൻ പറ്റില്ല, കുറയ്ക്കാൻ പറ്റും. നിങ്ങളുടെ ആവശ്യം എന്ത് ചെയ്യണം? ഓരോ ആവശ്യങ്ങളും എന്ത് ചെയ്യണം? എല്ലാറ്റിനും, ഓരോ ആവശ്യത്തിനും എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ ദൈവത്തോട് നന്ദി പറഞ്ഞു. ഇതുവരെ ചെയ്തു, എനിക്ക് ആയുസ് തന്നു, ഇന്ന് വരെ ഞാൻ ജീവിച്ചിരിക്കുന്നു, ഞാൻ ഇന്നുവരെ പുലർത്തി, എനിക്ക് രക്ഷ തന്നതിന്, എന്റെ പാപം മായിച്ചത്, എന്റെ അകൃത്യം മോചിപ്പിച്ചതിന്, എന്നെ വീണ്ടെടുത്ത് നിത്യതയുടെ പങ്കാളിയാക്കിയത്, നിന്റെ മകനാക്കിയത്, നിന്നെ എന്റെ സ്നേഹിതനാക്കിയത്, നിന്നെ എന്റെ കർത്താവാക്കി, എന്റെ ഗുരുവാക്കിയത്, എന്റെ ദൈവമാക്കിയത്, നന്ദി പറയാം. പിന്നെ എനിക്ക് തന്നതിലെല്ലാം നന്ദി. അതാ ദൈവത്തിന്റെ കടമയാണ്. നമ്മെ ചിലപ്പോ പട്ടിണി കിടക്കണം. ഞാൻ പട്ടിണി കിടന്നത് കൊണ്ട് ഞാൻ വീടില്ലാതെ ജീവിച്ചു, ഞാൻ മരുന്നില്ലാതെ ജീവിച്ചു, വസ്ത്രമില്ലാതെ ജീവിച്ചു, വിദ്യാഭ്യാസ പ്രശ്നമുണ്ടായി, ഞാൻ എന്തൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചു, അതിൽ നിന്ന് എനിക്ക് 100 കണക്കിന് ആളുകൾക്ക് ചെയ്യാനുള്ള അവസരം ആക്കി തീർത്തു. എന്റെ വഴികളിൽ മരുന്നില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു, ചികിത്സയില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു. അതുകൊണ്ട് ചികിത്സിക്കുവാൻ വീടില്ലാതെ ഓല വീട്ടിൽ കിടന്നൊരു കാലം ഉണ്ടായിരുന്നു. അത് വസ്ത്രമില്ല, 8 കണക്കിന് ടണ്ണ് കണക്കിന് പുതിയതും പഴയതും. കഴിഞ്ഞ ആഴ്ചയിൽ 200 സാരി, പുത്തൻ സാരി ഷോറൂമിൽ നിന്ന് മേടിച്ചുകൊണ്ട് 200 വിഡോസ്. ഇതൊക്കെ ദൈവത്തിന്റെ. നമ്മൾ ആരാണ്? ഞാൻ പാസ്റ്റർ ജോയ്സിനോട്, ജോയ്സ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എന്തെങ്കിലും തരാം പാസ്റ്റർ, ഇല്ലേ? പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും കരം നീട്ടി, ഇതൊക്കെ ഒന്നും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അറിയാതെ പറഞ്ഞു പോവുകയാണ്. ഞാൻ മുന്നോട്ട് പോകട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യണം? സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കും. വേറെ ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, സ്തോത്രത്തോട് ദൈവത്തോട് പറയാം. ഇപ്പൊ കർത്താവിന്റെയും ആരോടെങ്കിലും ഒക്കെ പറയും. നമുക്ക് വേണ്ടി ആരോടൊക്കെ സംസാരിക്കും. ഞാനിങ്ങനെ എന്റെ റോൾ എന്താണെന്ന് ചോദിക്കും. എന്തും രാവിലെ എഴുന്നേറ്റുന്ന എന്റെ റോൾ എന്താ? അപ്പോഴായിരിക്കും അവിടെ നിന്ന് പറയുന്നത്, മരുന്നില്ല, ഭക്ഷണമില്ല, ഇങ്ങനെ 100 ആവശ്യങ്ങൾ വരുമ്പോൾ എന്റെ റോൾ എന്താ കർത്താവ്? അപ്പൊ ആരോടേലും ഫോൺ ഇങ്ങോട്ട് വിളിക്കും, ഞാൻ ഇതൊക്കെ പറയാം. അവരുണ്ടാകുന്ന ദൈവത്തോട് പറഞ്ഞു കഴിയുമ്പോൾ ദൈവം ആരുടെയും ഒക്കെ ഇടപെട്ടുകൊണ്ട്, കർത്താവിന്റെ ജോലി നമ്മളെ നടത്തുക എന്നുള്ളത് ദൈവത്തിന്റെ ജോലിയാണ്. ഇനി
മുന്നോട്ട് പോട്ടെ. സ്തോത്രത്തോടുള്ള ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കണം. എല്ലാ ദിവസവും അറിയിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനിന്ന് എന്ത് ചെയ്യണം? എന്റെ റോള് ദൈവരാജ്യം സംബന്ധിച്ച് എന്റെ ഇന്നത്തെ ജോലി എന്താ? നീയും ഞാനും കൂടെ ഉള്ള എന്റെ ബന്ധത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്. എന്റെ പണി കുറെ വെച്ചു വിളമ്പി തിന്ന് ജോലി ചെയ്ത് വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി അതുകൊണ്ട് ആഹാരം കഴിച്ച് പിള്ളേരെ വളർത്തുക മാത്രമല്ല. പിള്ളേരുടെ വഴി പോകും. 18 22 വയസ്സിൽ കല്യാണം കഴിച്ച് പിള്ളേർ വഴി പോകും. അവർ പോട്ടെ, അവരെ കുറിച്ച് ഓർത്തില്ല. അവരെ ക്രിസ്തുമാർഗം നീ നല്ലത് ചെയ്ത് കാണിച്ചു കൊടുത്താൽ അവരെന്നെ പറയുന്നത്. ഞാൻ പോയ വഴി എന്റെ മക്കളെ വന്നതുകൊണ്ടാണ് എന്റെ കുഞ്ഞുങ്ങൾ മുറിവ് കെട്ടാൻ വരുന്നത്. ഞാൻ കൊടുക്കുന്നത് കണ്ടതുകൊണ്ട് അവരവരുടെ കയ്യിൽ എടുത്ത് കൊടുത്ത് ശൂന്യമായ പൊക്കറ്റിൽ കൊണ്ട് പലപ്പോഴും ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഇരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു? പൊതിഞ്ഞു വെക്കരുത്. പൊതിഞ്ഞു വെച്ചാൽ അവരും പൊതിഞ്ഞു വെച്ച് ജീവിക്കും. നമുക്കിവിടെ ഒന്നും കൊണ്ടുപോകാനില്ല. നമ്മുടെ പ്രവൃത്തികൾ ക്രിസ്തു നിമിത്തമാകുന്നെങ്കിൽ അത് അതിശ്രേഷ്ഠമാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ക്രിസ്തുയേശുവിൽ നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മൾ ചെയ്യുക. സൗമ്യതയോടൊക്കെ ഇത്തരം കാര്യങ്ങൾ കേട്ടല്ലോ. ഇനി സ്തോത്രത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക. അപ്പോൾ സകല ബുദ്ധിയെയും ലോകത്തിന്റെ സകല ടെക്നോളജി ഒത്തുചേർത്ത് കൊണ്ടുവന്ന് വെച്ചാലും നമുക്ക് സമാധാനം തരത്തില്ല. എല്ലാ ടെക്നോളജി ഒന്നുമല്ല കണ്ടുപിടുത്തുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്ത് വെച്ച് കൊണ്ടുവന്നാലും നമുക്ക് സമാധാനം കിട്ടും. അത് തരാൻ ദൈവത്തിനെ യേശു ക്രിസ്തുവിന് മാത്രമേ, ക്രിസ്തുവിലൂടെ മാത്രമേ അതുള്ളൂ. അവ ഹൃദയത്തെയും നനവുകളെയും, മനുഷ്യന്റെ ഏറ്റവും പരമപ്രധാനമായ 2 അവയവങ്ങൾ, ഒന്ന് തലച്ചോറ്, ഹൃദയം. രണ്ടിന്റെ പ്രവർത്തനം നിങ്ങൾക്കറിയാം. അത് ശാസ്ത്രീയമായിട്ട് വൈദ്യശാസ്ത്രം പഠിച്ചു എന്ന് കേൾക്കുമ്പോഴാണ് അത് കിട്ടിപ്പോകുന്നത്. കാക്കുന്നതെയും ഹൃദയത്തെയും തലച്ചോറിനെയും സംരക്ഷിക്കും. ഇത് രണ്ടും കൂടെ താളം തെറ്റിയ ഭ്രാന്തനായി. സൈക്കാട്രിസ്റ്റിന് മരുന്ന് കഴിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഹാർട്ടിന് പ്രോബ്ലം വന്ന് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഹാർട്ടിന് ഇത്രയും പ്രശ്നമുണ്ട്. നമ്മുടെ തലച്ചോറിന് താങ്ങാൻ വയ്യ. അത് ഹാർട്ടിൽ അടിക്കുക, രക്തം പമ്പ് ചെയ്യാൻ, ഓക്സിജനേറ്റഡ് ബ്ലഡ് പമ്പ് ചെയ്യാൻ കഴിയാതെ, ഉറക്കമില്ലാതെ നമുക്കൊരു മാനസിക രോഗികളായി. ഞാൻ ഈ കഴിഞ്ഞ നാളിൽ അനുഭവിച്ചത്, കഴിഞ്ഞൊരു വർഷം കൊണ്ട് അനുഭവിച്ചായി. അപ്പോൾ നമ്മളെ കാക്കുന്നത് ദൈവത്തിന്റെ, യേശു ക്രിസ്തുവിന്റെ ആ സൂക്ഷിപ്പ്, ആ സാന്നിധ്യം സകല ബുദ്ധിയെയും കവിയുന്ന സംബന്ധം. ഓക്കെ, ഇത് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, ഇതുവരെ തന്നു. സകല ബുദ്ധിയെയും ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നനവുകളെയും കാത്ത് ഇതുവരെ സംരക്ഷിച്ചു. ഓക്കെ, നമുക്കൊരു വിടുതൽ തന്നു. തീർച്ചയായിട്ടും ഒത്തിരി അനുഗ്രഹങ്ങളും ഒത്തിരി വിടുതലും ഒത്തിരി നന്മയും കൊണ്ട് അലങ്കരിക്കപ്പെട്ടവരാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നവർ രക്ഷിക്കപ്പെട്ട ദൈവജനന്മാർ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്റെ കർത്താവും ദൈവം എന്ന് പറഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ സമാധാനം. അവരോട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ അപ്പോൾ വീണ്ടും പറയുന്ന ചില വാക്യം, 8-ാം വാക്യം കൂടെ 1-2 വാക്യം വായിച്ചുകൊണ്ട് നിർത്തട്ടെ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം നിങ്ങൾക്ക് സമാധാനം നൽകിയെങ്കിൽ, സകല ബുദ്ധിയെങ്കിലും ദൈവസമാധാനം, മനുഷ്യനിർമ്മിതമല്ലാത്തൊരു സമാധാനം നമുക്ക് ദൈവം തന്നു എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒടുവിൽ സഹോദരന്മാരെ എന്ന് പറഞ്ഞാൽ ഈ മുൻപറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം പൂർത്തീകരിച്ചു പറയുക. ഫൈനലി അവസാനത്തേക്ക് വരികയാണ്. അവസാനിപ്പിച്ചുകൊണ്ട് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാൻ, ഈ പാരഗ്രാഫ് അവസാനിപ്പിക്കും, ഈ പാദം പോൾ അവസാനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒടുവിൽ സഹോദരന്മാരെ, സത്യമായത് ഒക്കെയും, ഘനമായത് ഒക്കെയും, അടുത്ത് പറയുന്നത് നീതിയായത് ഒക്കെയും, നിർമ്മലമായതൊക്കെയും, രമ്യമായതൊക്കെയും, അടുത്ത് പറയുന്നത് സൽകീർത്തിയായതൊക്കെയും, സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു. ഇനി എന്താ ചിന്തിക്കേണ്ടതെന്നറിയാം. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്തോ? നമ്മള് സകല ബുദ്ധിയും കൊണ്ട് ദൈവസമാധാനം കൊണ്ട് മനപ്രയാസം അനുഭവിക്കുന്ന നിങ്ങൾക്ക് ദൈവാനുഗ്രഹം തന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഒടുവിൽ ഫൈനലി സഹോദരന്മാരെ, സത്യമായത് ഒക്കെ ചെയ്യണം. സത്യമായത് ചെയ്യണം, ഘനമായത് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ലഘുവായതല്ല ഇനി ചെയ്യേണ്ടത്. നമ്മളെല്ലാം ലഘൂകരിച്ചു പോവാ, പാട്ടിച്ചില്ല, പാടിയില്ല, കൊടുത്തില്ല. ലഘുവാക്കരുത്. ക്രിസ്ത്യ ജീവിതം ലഘുവാക്കാനല്ല, ഇത് വലിയ ഗൗരവമുള്ളതാണ്. അല്ലെങ്കിൽ തട്ടിപ്പോ 10,000 കോടിയുള്ളവൻ എന്തിനാ ഇവിടെ വലിയ സഭാസ്ഥാനം നടത്തി കോടിക്കണക്കിനുള്ള ആ കോടികളുള്ള മനുഷ്യൻ വണ്ടി ഇടിച്ചു പോയി.
ദൈവരാജ്യം പ്രസംഗിച്ചവനാണ്. നമുക്ക് സങ്കടം തോന്നി. നമ്മളിവിടെ വിട്ടുപോകണം. വിട്ടുപോകുമ്പോൾ ഘനമായത് അടുത്തത് നീതിയായതൊക്കെ, അടുത്തത് നിർമ്മലമായത് ചെയ്യണം. അടുത്തത് എന്താ പറയുന്നത്? രമ്യമായത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാക്കുകളുടെ അർത്ഥമൊന്നും എല്ലാം ഇവിടെ പറയാൻ സമയമില്ല. അടുത്തത് സൽകീർത്തി. സൽകീർത്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നല്ല പ്രവൃത്തി ചെയ്യണം, മുറിവ് കെട്ടണം, ഭക്ഷണമില്ലെങ്കിൽ കൊടുക്കണം, വസ്ത്രമില്ല ഒരു രണ്ടുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കണം. ഇതാ ക്രിസ്ത്യാനിറ്റി, ഇതാ ഗിരിപ്രഭാഷണത്തിൽ യേശു പഠിപ്പിച്ചു. അപ്പൊ ഈ സൽകീർത്തി, നീ പോകുമ്പോൾ ഉള്ളത്, മരിക്കുമ്പോൾ ഉള്ളത് സൽകീർത്തി മാത്രമാണ്. ഘനമായത് ചെയ്ത് രമ്യമായത് ചെയ്ത്. ജീവിതത്തിൽ രമ്യമായിട്ടുണ്ടോ? ഭർത്താവിനോട് രമ്യമില്ല, ഭാര്യയോട് രമ്യമില്ല, മക്കളോട് രമ്യമല്ല. പിന്നെ എന്ത് പ്രവർത്തിക്കാൻ, എന്ത് പ്രാർത്ഥിക്കാൻ, എന്ത് ആരാധിക്കാൻ, എന്ത് സ്തുതിക്കാനാ? ദൈവരാജ്യം എന്താണ്? സൗമ്യതയുടെ മാർഗമാണ്. ഇവിടെ പറഞ്ഞു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയണം. വീട്ടിൽ സ്വസ്ഥത ഉണ്ടാക്കുവാൻ, വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ പുറം ലോകത്ത് സമാധാനം പകർന്നു കൊടുക്കാൻ നമുക്കാവും. നോക്കൂ, ഇവിടെ എഴുതിയിരിക്കുന്നു, നിർമ്മലമായതൊക്കെയും. ഉണ്ടോ ഇതുവല്ലോ? പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് നല്ലതായിട്ട് അറിയാം. സ്വസ്ഥത വേണം. നമ്മുടെ പ്രവൃത്തിയിലേക്ക് തിരിയണം, നമ്മൾ ചെയ്യണം. ഇത് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ വിജയം ഇതാണ്. ക്രിസ്ത്യാനിറ്റി എവിടെയാ തോറ്റതെന്നറിയാമോ? പള്ളിപ്പക്കരി വന്നപ്പോൾ, പള്ളി കെട്ടിടങ്ങൾ പണിയാൻ തുടങ്ങിയപ്പോൾ, ആരാധനാലയങ്ങൾ, ചർച്ചുകളൊക്കെ നമ്മളങ്ങോട്ട് പണിയാൻ തുടങ്ങി. ഭയങ്കര മുടക്കില് കൺവെൻഷനുകൾ നടക്കാൻ. ഈ കൺവെൻഷനൊക്കെ എത്ര ഉണ്ടായാലും പൈസ കൊണ്ട് എത്ര വെമ്പിളാരെ കിട്ടിക്കും? നടക്കട്ടെ, വേണ്ടെന്നല്ല. എത്ര കുട്ടികളെ കിട്ടിക്കണം? ഈ അടുത്ത 25 പെൺകൊച്ചിനെ കിട്ടിക്കണം. അടുത്ത മാസം വേറൊരു കുട്ടിയെ കിട്ടിക്കാനായിട്ട് റെഡിയായി നിൽക്കുക. എത്ര കൊടുക്കണം? 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സ്ത്രീധനവും കൊടുക്കും, കല്യാണ ചെലവും നടക്കും. സാരി മേടിക്കുന്ന എത്ര? 1000 രൂപയുടെ സാരിയാണ് ഞാൻ മേടിച്ചു. അത് മതിയോ? അല്ല, അയ്യോ 500 മതി. സൽകീർത്തി ചെയ്യാൻ, രമ്യമായത് ചെയ്യാൻ, നിർമ്മലമായത് ചെയ്യാൻ. ഇതാ ക്രിസ്ത്യാനിറ്റി. ഇതാ എനിക്ക് സമാധാനം കിട്ടിയതിന്റെ, നമുക്ക് കിട്ടിയ സന്തോഷത്തിന്റെ, നമുക്ക് കിട്ടിയ നിത്യതയുടെ, നമുക്ക് കിട്ടിയ സ്വർഗത്തിന്റെ, നമുക്ക് കിട്ടിയ യേശുക്രിസ്തു എന്ന കർത്താവിനെ സ്വന്തമാക്കിയ, ഹൃദയത്തിൽ വാസം ചെയ്യുന്ന, എന്റെ ഹൃദയത്തിൽ, എന്റെ പള്ളിക്കകത്ത്, എന്റെ അമ്പലത്തിനകത്ത് ഇരിക്കുക ക്രിസ്തു. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു, കർത്താവായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശുദ്ധീകരിക്കുകയും എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രതിഷ്ഠിക്കുക. ഇതാ പള്ളി. അല്ലാതെ 4 കെട്ടിനകത്തേക്ക് പോയിട്ട് അവിടെ AC ഉണ്ട്, തമ്പറുണ്ട്, ഓർഗനുണ്ട്, അവിടെ വലിയ കൈകൊട്ടിപ്പാട്ടുണ്ട്, അതല്ല. ഇവിടെയാണ്. ഇവിടെ നിന്ന് നമ്മൾ സ്തുതിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മിലൂടെ പരിവർത്തിക്കുമ്പോൾ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയാണ്, സൽകീർത്തിയായതൊക്കെയും ചെയ്യണം. സൽകീർത്തി, നല്ല പേര് വരുന്നത് ചെയ്യണം. സൽകീർത്തിയായത് ഒക്കെയും. സൽഗുണമോ പുകഴ്ചയോ, നോക്കണമേ, സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിക്കണം. ചിന്തിക്കാൻ പറ്റുന്നെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റും. ഒരുത്തന്റെ 10,000 പേരുടെ 1000 പേരുടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരുത്തന്റെ മുറിവ് കെട്ടാം, ഒരുത്തന് വസ്ത്രം ഉടുപ്പിക്കാം, ഒരുത്തന് ഭക്ഷണം കൊടുക്കാം, ഒരു കുട്ടിയെ പഠിപ്പിക്കാം, ഒരു പെണ്ണിനെ കെട്ടിക്കാം, ഒരു ചെറിയ വീട്. ഞാൻ പണിയുന്ന വീട് 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ബാത്റൂം വേണ്ട, അടുക്കള വേണ്ട, മുറികളൊന്നും വേണ്ട, തല ചായ്ക്കാൻ ഒരിടം. ഞാനിട്ടിരിക്കുന്ന പേരാണ്, ഞാൻ എന്റെ വിശ്വാസമൊക്കെ ഇട്ടിരിക്കുന്നവരാ, തല ചായ്ക്കാൻ ഒരിടം. ഭക്ഷണത്തിന് അന്നദാനം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ രണ്ടും വിളിക്കുന്ന ഓരോ ദിവസം ആലോചിച്ചിട്ട് ചെയ്യുന്ന പേരുകൾ. ഇതൊക്കെയാണ് സൽകീർത്തിയോ, സൽഗുണമോ, സൽപുകഴ്ചയോ. അതൊക്കെ ചിന്തിക്കാം. മറ്റുള്ളതെല്ലാം ഇവിടെ നമ്മുടെ ജീവിതത്തിലെ ഭാരത്തേക്കാളൊക്കെ ഒത്തിരി നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുടെ അടുക്കലേക്ക് പോകും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കും. ഞാൻ ഇതൊക്കെയാണ് ചെയ്തത്. ഞാൻ പിരിവിട്ട് ഒത്തിരി പേരുടെ പട്ടിണിയാക്കി പോള് പറയുന്നത്. ഞാനും ഇതൊക്കെയാണ് ചെയ്തത്. ഞാൻ പിരിക്കുക, കൈ നീട്ടുക, ഓരോ പെണ്ണുമ്പെങ്കിലും വെറുതെ ചിലർ ചീത്ത വിളിക്കും, ഇവിടെ പള്ളു പറയും, അവരെ പണിയൊന്നും, അവൻ ലാഭിക്കാൻ സമ്പാദിക്കാൻ. ഇതുകൊണ്ട് സമ്പാദിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. നമ്മളെ സ്വസ്ഥതയിലേക്ക് നടത്തുകയാണ്, നിത്യതയിലേക്ക് കൊണ്ടുപോകുമ്പോൾ. നാം പോകുമ്പോൾ സമാധാനത്തോടുകൂടെ ഇന്ന് രാത്രിയും നാം ഉറങ്ങാൻ പോകുന്നു. ഇന്നലെ രാത്രി വരെയും നമ്മൾ ഉറങ്ങി, ഇന്ന് പകല് ജീവിച്ചത് പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞല്ല.
ഇന്നെക്കുറിച്ച്, ഇന്ന് അടുത്ത നിമിഷത്തെ കുറിച്ച് ചോദിച്ച് ഓർത്താൽ ഒരു സമാധാനം ഉണ്ടാകത്തില്ല. ഒരു ഒരു സ്വസ്ഥമായി നമുക്ക് ജീവിക്കാനാവില്ല. പക്ഷേ സന്ധ്യാസമയത്ത് ദൈവത്തിന്റെ കരം, യേശുക്രിസ്തു നമ്മുടെ കൂടെ വസിക്കുകയാണ്. അത് എങ്ങനെ? വെറുതെ വന്നിരിക്കുകയല്ല, സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ വസിക്കുക, നിങ്ങളുടെ കൂടെ ഇരിക്കുക. ഇതിനപ്പുറം എന്താണ് ക്രിസ്ത്യാനിറ്റി? നമുക്ക് ചിലതൊക്കെ ചെയ്യാം. ഈ കൊച്ചു മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, പ്രയാസം തോന്നിയെങ്കിൽ, ഈ വചനം ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ പറയാം, എനിക്കിത് പറയാം. എന്റെ മിഷൻ ഇതായിപ്പോയി, എന്റെ മിഷനും ഇതായിപ്പോയി. ഏത് കരയുന്നവനെ കണ്ടാലും ഞാൻ ആര് വന്ന് വീഡിയോ ചോദിച്ചാലും തരാമെന്ന് പറയാം, ആരോടും ഇല്ലെന്ന് പറയില്ല. കർത്താവ് അങ്ങനല്ലേ പറഞ്ഞു, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എന്ന് കിട്ടുമെന്ന് പറഞ്ഞില്ല, എന്ന് തരാമെന്ന് യേശു പറഞ്ഞിട്ടില്ല. 6 മാസം കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു, ഇല്ലല്ലോ. തരാം, നിങ്ങൾ യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അതാ എന്നെ നിലനിർത്തും. അതാണ് എന്നെ ദരിദ്രന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അവൻ കരയുമ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറയും. എപ്പ തരുമെന്ന് പറയത്തില്ല, സമയം എനിക്കില്ല. എനിക്ക് ദൈവം തരുന്നൊരു ദിവസമുണ്ട്. എന്റെ വാത്സല്യമുള്ളത് ഞാൻ എന്റെ വാക്കുകളെ വിടുന്നു. നിങ്ങൾ ഭാരപ്പെടുണ്ടാവും. ദൈവം നമ്മുടെ സമാധാനത്തിന് നമ്മുടെ കൂടെ ഉണ്ട്. ക്രിസ്തു എന്റെയും നിങ്ങളുടെയും വീട്ടിലുണ്ട്. അല്ല, നിങ്ങളുടെ കൂടെ വ്യക്തിപരമായ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിലും ഈ ശബ്ദം ശ്രമിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നശികാറ്റം വരാൻ നസ്രയത്തുകാരനായ ക്രിസ്തു ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മുടെ കൂടെ ഇരിക്കും. ഒന്നിനെ കുറിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ വാക്കുകളാൽ ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. Praise the Lord. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുചിതമായിട്ടുള്ള ദൈവശബ്ദം കേൾക്കുവാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചു. സ്തോത്രം. എത്ര പേരുടെ ഹൃദയത്തിന്റെ അകത്ത് ആഴമായിട്ടുള്ള ദൈവത്തിന്റെ ശബ്ദം കടന്നു ചെന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ വ്യക്തിപരമായുള്ള ചിന്തയ്ക്കായിട്ട് കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ച താൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന്റെ മിഷൻ അതാ, അദ്ദേഹത്തിന്റെ വിഷൻ അതാ. അതല്ലേ പ്രസംഗിക്കാനൊക്കത്തുള്ളൂ. നമ്മുടെ ഉള്ളിൽ ദൈവം തന്ന മിഷൻ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം അതിൽ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്ക് അത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം അതുകൊണ്ട് കർത്താവിന്റെ ദാസനെ ദൈവം കൂടുതലായിട്ട് സഹായിക്കട്ടെ. ശാരീരികമായിട്ട് ഞാൻ ആരോടോ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ശാരീരികമായി എന്തോ സൗഖ്യമില്ലാതെ ഇരിക്കുവാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല. ഏതായാലും ഈ ആഴ്ച നമ്മുടെ മീറ്റിങ്ങിന് സംസാരിക്കുന്നുണ്ടെന്ന് പറയുവാൻ എനിക്ക് അവസരമുണ്ടായി. മറ്റെന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു എങ്കിൽ കർത്താവ് ധാരാളമായ സൗഖ്യം കർത്താവ് നൽകി ദൈവം ഏൽപ്പിച്ചതായിട്ടുള്ള ഈ മിഷന്റെ പൂർത്തീകരണം കർത്താവ് ഏൽപ്പിച്ചിടത്തോളം ദൈവത്തിന്റെ ദാസനായപ്പോൾ നമ്മളെ ഓർപ്പിച്ചതുപോലെ ക്രിസ്ത്യാനിറ്റിയുടെ ആ നിർമ്മലമായ ദൈവത്തിന്റെ ആലോചന എന്താണ് സുവിശേഷം, എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? ഞാനും ഇതൊക്കെ പലപ്പോഴും പറയാറുണ്ട്. കർത്താവിന് കസേര ഉണ്ടായിരുന്നോ? കർത്താവിന് മൈക്കുണ്ടായിരുന്നോ? കർത്താവിന് ആരെങ്കിലും ചായ കൊടുത്തോ? കർത്താവിന് ആരെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തോ? ഇത് എന്റെയും എല്ലാ ദിവസത്തെ ചിന്തയാണ്. ഞാൻ ഇങ്ങനെ തന്നെ ചിന്തിക്കാറുള്ള ആളാണ്. കർത്താവിന് കരഞ്ഞപ്പം ആരെങ്കിലും ആശ്വസിപ്പിച്ചായിരുന്നോ? കർത്താവ് എങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്തേ? കർത്താവിന് അതുണ്ടായിരുന്നോ ഇതുണ്ടായിരുന്നോ എന്നെല്ലാം എന്റെ ചിന്തകളിൽ കൂടെ വരാറുണ്ട്. ബഹുമാന്യ കർത്താവിന്റെ ദാസനോട് ഞങ്ങളുടെ കൂട്ടായ്മയുടെ പേരുള്ള എല്ലാ വന്ദനവും സ്നേഹവും ഞങ്ങൾ അറിയിക്കുന്നു. വ്യത്യസ്തമായ നിലവാരത്തിൽ ഞാൻ വിചാരിക്കുമായിരുന്നു ഒരു പ്രസ്ഥാനത്തില് ഇഷ്ടംപോലെ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളുണ്ട്, ചെറുതും വലുതുമായ ധാരാളം ഡിനോമിനേഷൻ നമുക്കറിയാം. ഞാൻ പറയായിരുന്നു ഒരു 10 പേർ ആ ഒരു കാഴ്ചപ്പാടോടെ ഒരു നേതൃനിരയിൽ വന്നിരുന്നുവെങ്കിൽ നമുക്ക് ഇത്രയും കരയേണ്ട കാര്യം ഉണ്ടായിരുന്നു. സുവിശേഷം രക്ഷിക്കുന്നതും വിടുവിക്കുന്നതും ആശ്വസിപ്പിക്കുന്നതും സമാധാനിപ്പിക്കുന്നതും സ്വസ്ഥത നൽകുന്നതും ഒക്കെ ആയിരിക്കുന്നുവെങ്കിൽ അനേകരിലേക്ക് ഇത് കടന്നു ചെല്ലുമായിരുന്നല്ലോ. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആ സങ്കടകരമായ വാർത്ത CJ റോയി അവറുകളുടെ അത് നമ്മൾ കേട്ടു. എനിക്കും കരച്ചിൽ വന്നുപോയി. കാരണം ആയിരങ്ങൾക്ക് അദ്ദേഹം അത്താണിയായിരുന്നു, ആയിരങ്ങൾ അദ്ദേഹത്തോണ്ട് ജീവിച്ചു. എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ അവസാന കണ്ടെത്തലുകൾ 6-8 മാസമായിട്ട് അദ്ദേഹം ഒരു വലിയ ഡീപ്പായിട്ടുള്ള ഡിപ്രഷൻ ഫീൽ ചെയ്ത് ഡിപ്രഷന്റെ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എത്രയോ പേര് അദ്ദേഹത്തോട് ദിവസവും സംസാരിക്കുമായിരുന്നു. ക്രിസ്തുവിലുള്ള ഈ സ്വസ്ഥതയെക്കുറിച്ചോ ഈ സമാധാനത്തെക്കുറിച്ചോ അദ്ദേഹത്തോട് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അദ്ദേഹം പറഞ്ഞ പോലെ രമ്യമായ നിലവാരം, ഘനമായ കാര്യങ്ങൾ, ലഘുവായ കാര്യങ്ങൾ, ഈ കറിയും വെച്ച് ചോറും വെച്ച് പാത്രവും തുടച്ച് അടുക്കളയിൽ തൂത്തുവാരി ഇരിക്കുന്ന
ഞാൻ എല്ലാ ദേവദാസിമാരോടും പറയുക, നമുക്ക് കനമായി ഒത്തിരി ചെയ്യാനുണ്ട്. ഇതൊന്നും ഒരു മീറ്റിങ്ങിനൊന്നും വാ എന്ന് പറഞ്ഞാൽ പോലും, അല്ലെ ഒന്ന് വിളിച്ചാൽ പോലും അവർക്ക് ആരെയും കുറ്റപ്പെടുത്തുവല്ല, അതിനുള്ള എന്തൊക്കെയോ തിരക്കുകളാ, ആവശ്യമില്ലാത്ത തിരക്കുകളാ. സ്തോത്രം. എന്റെ ആത്മീയ മിത്രമായ സൂസൻ ആന്റി ഉണ്ട് എനിക്ക് റാന്നിയില്. എപ്പോഴും പുള്ളിക്കാരി പറയുന്നൊരു പദമാണ്, ഞാനൊന്ന് കടമെടുത്ത് പറയാൻ ആഗ്രഹിക്കാം. വേണമെങ്കിൽ. ഒത്തിരി വട്ടം എന്നെ ആ വാക്ക് ചലിപ്പിച്ചിട്ടുണ്ട്. എന്റെ ചർച്ച ഞാൻ പലപ്പോഴും അത് പറയാറുണ്ട്. പറയാം, ഒരു പഴഞ്ചൊല്ല, വേണമെങ്കിൽ ചക്ക വേരേലും കായ്ക്കും എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ, വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ, വേണമെങ്കിൽ 10 രൂപ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാമായിരുന്നു. കഷ്ടപ്പെടുന്നവരെ കണ്ടിട്ട് അല്ലെങ്കിൽ മാറി കടന്നുപോയ പുരോഹിതനെ ലേവിനെ പോലെ ആകാതെ ഇച്ചിരി എണ്ണയും വെള്ളവും ഒക്കെ കരുതിക്കൊണ്ട് യാത്ര ചെയ്തിരുന്നു എങ്കിൽ എവിടെയെങ്കിലും തകർന്നു കിടക്കുന്ന അർത്ഥപ്രാണനായിട്ട് കിടക്കുന്ന ഒരാൾക്ക് ഒന്ന് അവന്റെ മുറിവിൽ ഒന്ന് വെക്കാമായിരുന്നു വേണമെങ്കിൽ. സ്തോത്രം. സമയം വൈകിട്ടില്ല. കർത്താവിന്റെ ദാസൻ ജോയ്സ് ബ്രദറിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. കർത്താവിന്റെ വേലയുള്ള സ്നേഹവും ബഹുമാനവും കർത്താവ് ജോസ് പാസ്റ്ററോട് നമുക്ക് അറിയുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. ധാരാളമായി സഹായിക്കട്ടെ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൂട്ടായ്മക്കാർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാം. സ്തോത്രം. വേണമെങ്കിൽ നമ്മുടെ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷകൾക്ക് നമുക്ക് പങ്കാളിയാകാം. ഹല്ലേലൂയ. ഒരാഴ്ചത്തെ മരുന്നിന്റെ പൈസ മതിയല്ലോ. സ്തോത്രം. ഒരാഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിൽ പോകുന്നത് മതിയാവും. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായി 6 വർഷത്തോളം ആകുന്നു ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം പറയുന്നത്. സ്തോത്രം. അതാണ് മിഷൻ. അതാണ് ദൈവം കൊടുത്ത ദർശനം. നമുക്ക് പങ്കാളിയാകാൻ പറ്റും. ഒരു മിഷനൊന്നും ഉണ്ടാക്കാനൊന്നും ആർക്കും പറ്റത്തില്ല, അതൊക്കെ വലിയ പ്രയാസമാണ്. പക്ഷെ നമുക്ക് പങ്കാളിത്തം വഹിപ്പാനായിട്ട് സാധിക്കും. സ്തോത്രം. ദൈവം ധാരാളമായിട്ട് എല്ലാവരെയും സഹായിക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസൻ ജോസ് പാസ്റ്ററെ, കുടുംബത്തെ, പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം അവർക്ക് കൊടുത്ത കാഴ്ചപ്പാട് കർത്താവിന്റെ വരവോടും വിശ്വസ്തയോടെ ചെയ്യുവാനായിട്ട് കർത്താവിന്റെ ദാസനായ പൗലോസ് പറയുന്ന പോലെ നാം എന്ത് ചെയ്താലും, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും എല്ലാം കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിനായി തീരട്ടെ. തുടർന്നും എല്ലാ ശനിയാഴ്ച തോറും ഈ കൂട്ടായ്മ ഇവിടെ നടക്കാറുണ്ട്. പങ്കാളിയായി തീരുവാനായിട്ട് കർത്താവിന്റെ ദാസനെ ഞങ്ങൾ അതിനുവേണ്ടി ക്ഷണിക്കുക. അവസരം ഉള്ളപ്പോഴൊക്കെ കടന്നു വരാം. ഞങ്ങളോട് പറയാൻ എന്തെങ്കിലും ആലോചന ദൈവത്തിന്റെ ആത്മാവ് തന്നാൽ അതിനുള്ളൊരു അവസരമുണ്ട്. എന്നോട് പറയാം, ജോയ്സ് ബ്രദറിനോട് പറയാം. ഇന്നും എനിക്കൊരു ആലോചന കിട്ടി, പ്രിയ ജോയ്സിന്റെ കൂട്ടായ്മയിൽ എനിക്ക് പറയണം, അതിനുള്ള അവസരമുണ്ട്. അങ്ങനെ ഒരു ഔപചാരികതയും നമ്മുടെ കൂട്ടായ്മയ്ക്കില്ല. സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും, അനേക കർത്താവിന്റെ ദാസന്മാർ ഈ കൂട്ടായ്മയിൽ പങ്കാളി, എത്ര തിരക്കാണേലും നല്ല അനേക മീറ്റിങ്ങുകൾ കടന്നു പോകുന്ന ദേവദാസന്മാർ ഇവിടെയുണ്ട്. എന്നാലും ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ നിർബന്ധം ആ ടൈം ആവുമ്പോൾ തന്നെ അത് ജോയിൻ ചെയ്യും. അതൊക്കെ ഒരു ദൈവസ്നേഹമാണ്. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടെ നമുക്ക് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. സ്തോത്രം. കർത്താവിന്റെ ദാസൻ സന്തോഷ് വർഗീസ് അദ്ദേഹം ഒന്ന് പ്രാർത്ഥിക്കും. തുടർന്ന് നമ്മുടെ കെ മാത്യു അപ്പച്ചന്റെ ആശീർവാദത്തോടെ നമുക്ക് മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാം. കടന്നു വന്ന എല്ലാവരെയും, ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടേ 2 മിനിറ്റ്, നമ്മുടെ സമയം ആവുന്നതേ ഉള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ഘനമേറിയ കാര്യമാണ് കർത്താവിന്റെ ദാസൻ അർപ്പിച്ചത്. അപ്പൊ ഘനമേറിയതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ, ഇന്നലെ അങ്ങോട്ട് പോയപ്പോ കാലം മുള്ളുകൊണ്ട് വീണു, അതൊന്നും വേണ്ട. ഘനമായ എന്തേലും പറയാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതോ അല്ലെങ്കിൽ എനിക്ക് തന്ന ആലോചനയോ എന്ന് പറഞ്ഞ് പറയാനുണ്ടെങ്കിൽ 1 മിനിറ്റ്. സ്തോത്രം.